151 പേർ മരണത്തിന് കീഴടങ്ങിയ ഒരു വലിയ ദുരന്തം. ഇനിയും കൂടുതൽ പേർ ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ ഭയക്കുന്നതും. ഇപ്പോൾ നമ്മൾ വെള്ളാർമലയിലെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. വെള്ളൂർമലയിൽ 70ഓളം വീടുകളാണ് ഉണ്ടായിരുന്നത് ആ ഭാഗത്ത്. എന്നാൽ ദുരന്തം അവശേഷിപ്പിച്ചത് 5 വീടുകൾ മാത്രമാണ്. 60-65 വീടുകൾ ഈ മരണപ്പുഴയെടുത്തു പോയി, കള്ളാടിപ്പുഴയെടുത്തു പോയി. സുജയ പാർവതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം വെള്ളൂർമലയിൽ നിന്നും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലേക്ക് ഒപ്പം മറ്റിടങ്ങളിലേക്കെല്ലാം വെള്ളം കുതിച്ചു വന്ന ഈ വാഹനങ്ങളും ഒപ്പം തന്നെ ആളുകളെയും എല്ലാം ഒഴുക്കിക്കൊണ്ടുവന്ന ഭാഗത്താണ്. ഇവിടെ എല്ലായിടത്തും മുട്ടൊപ്പം ചെളിയായിട്ടുണ്ട്. അതുവഴിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അവിടെ കാലുകളൊക്കെ പൂണ്ടുപോകുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഇത്രയും ചെളിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഇടത്ത് തന്നെ കുഴിഞ്ഞു പോകുന്ന തരത്തിൽ അത്രയും ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെയാണ് പലരുടെയും മൃതദേഹങ്ങൾ, ഈ മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഭാഗത്ത് നിന്നൊക്കെയാണ് മൃതദേഹങ്ങളൊക്കെ കിട്ടിയത്. വാഹനങ്ങൾ, ആളുകൾ ഒക്കെ ഒഴുകി വന്ന വീടുകളൊക്കെ മണ്ണോട് ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ കാണാം. ഇതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് ഈ പ്രഭാതത്തിൽ ഈ ഭാഗം മുഴുവൻ. ഇവിടം കഴിഞ്ഞ് പാലം നിർമ്മിക്കുന്നതിനായിട്ടുള്ള സാമഗ്രികൾ ഇപ്പോൾ സൈന്യം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങും. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് എയർലിഫ്റ്റിംഗ്, അവർ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 7:30 തന്നെ എയർലിഫ്റ്റിംഗ് തുടങ്ങും എന്നാണ് പറഞ്ഞത്. പലയിടങ്ങളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ, ഇതുപോലെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഒരുപക്ഷെ ആളുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരിടവും വിട്ടുകളയുന്നില്ല, എല്ലായിടത്തും പരിശോധിക്കുന്നുണ്ട്. വീടുകളിലെല്ലാം നോക്കൂ, നമ്മുടെ VJ മഹേഷ് ഇങ്ങോട്ടേക്ക് ഒന്ന് പാൻ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഇരുനില വീടിൻ്റെ മുന്നിലാണ്. നോക്കൂ, ഇത് ഇരുനില വീടിൻ്റെ മുൻഭാഗമാണ്. അതിൻ്റെ സ്വീകരണ മുറിയുടെ പകുതി ഭാഗം വരെ ചെളി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം അവരുടെ മുറ്റമായിരുന്നിരിക്കാം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ആ സ്വീകരണ മുറിയുടെ പകുതി ഭാഗം വരെ ചെളി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ കഴിയില്ല, കാരണം മുട്ടൊപ്പം ചെളിയുണ്ട്. മാത്രമല്ല സാധനങ്ങളും എല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വീട് പോലെയുള്ള ഒരുപാട് വീടുകൾ ഈ ഭാഗത്തുണ്ട്. ഇരുനില വീടുകൾ, അല്ലെങ്കിൽ ഒരു നിലയ്ക്ക് മുകളിൽ ഒരു മുറി മാത്രമായിട്ടുള്ള വീടുകൾ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീടിൻ്റെ മുകൾ തട്ടിൽ കാത്തുകിടന്നു. പക്ഷേ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ്. വെള്ളൂർമല ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അതിൻ്റെ ഭാഗത്ത് ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത്. നോക്കൂ, അവിടെ തകരാതെ നിൽക്കുന്ന ആ വീടിൻ്റെ താഴത്തെ നില മുഴുവൻ മണ്ണ് മൂടി കിടക്കുകയാണ് നമ്മുടെ ദൃശ്യങ്ങളിലുള്ള. അതിന് തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഭാഗം വരെയാണ് മണ്ണിടിഞ്ഞു കയറിയത്. ഒപ്പം തന്നെ മണ്ണും മലവെള്ളവും എല്ലാം ഒലിച്ചെത്തിയപ്പോൾ ഈ വാഹനങ്ങളൊക്കെ മറുഭാഗത്ത് റോഡിൽ കിടന്ന വാഹനങ്ങൾ, ഒപ്പം ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ, ടൗണിലുണ്ടായിരുന്ന വാഹനങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ഒഴുകി വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികളുടെ ഒപ്പം തന്നെ വലിയ വാഹനങ്ങളെല്ലാം കിടക്കുന്നത് നമുക്ക് കാണാം. ജീപ്പുകളൊക്കെ ഒഴുകിയെത്തി അടിഞ്ഞ ഭാഗങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. വിനിത, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 അടി വെക്കണമെങ്കിൽ പോലും ദുഷ്കരമായ ഒരു പ്രദേശമായി ഈ ഭാഗം മുഴുവൻ മാറിയിരിക്കുകയാണ്. മുട്ടൊപ്പം ചെളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും ചെളി, അതായത് ഒരാളുടെ കാൽമുട്ട് വരെയുള്ള ചെളി ഇപ്പോഴും ഇവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. കുറേയൊക്കെ അവർ മാറ്റി, സഞ്ചാരത്തിനായൊക്കെ മാറ്റി, എങ്കിലും അത്രയും തന്നെ ചെളി ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരുപക്ഷെ മനുഷ്യരൊക്കെ ഇതിനടിയിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള തെരച്ചിലുകളും നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നത് മുണ്ടക്കയുടെ മറ്റൊരു ഭാഗത്തേക്കാണ്. അവിടെ ആളുകൾ ഉണ്ട് എന്ന് കരുതുന്നു. ഇന്ന് പ്രാധാന്യം നൽകുന്നത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനും അവരെ താൽക്കാലിക പാലം വഴി അക്കരയിലേക്ക് എത്തിക്കുന്നതിനുമാണ്. എവിടെയൊക്കെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നാണ് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യുക, റെസ്ക്യൂവിനാണ് ഇന്ന് പ്രാധാന്യം. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവരെയൊക്കെ കണ്ടെത്തുക. അതോടൊപ്പം വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് ഒന്നുകൂടി ഉറപ്പാക്കുക. ഇരുനില വീടുകളിലൊക്കെ മുകളിലത്തെ നിലയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തേക്കും ഇന്ന് തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ്. സൈന്യത്തിന്റെ വലിയ സംഘം, ഒപ്പം NDRFന്റെ സംഘം, എല്ലാവരും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളും അവർക്കൊപ്പം നീങ്ങുകയാണ്. ഓക്കെ, സുജയ പാർവതിയാണ് ഇപ്പോൾ വെള്ളൂർമലയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. TV പ്രസാദ്, മുബഷിപ്പി അക്ബർ, അല്ലമീൻ, ഒപ്പം റിപ്പോർട്ടറിൻ്റെ സ്മൃതി പരുത്തിക്കാട്, ദിലീപ് ദേവസ്യ തുടങ്ങിയവർ ഇപ്പോൾ വിവിധ സ്പോട്ടുകളിൽ നിന്നായി തത്സമയം വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ